എല്ലാവർക്കും നീറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അപ്പോൾ നമ്മളിനി ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ടിപ്സൊക്കെയാണ് ജസ്റ്റ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ടിപ്സാണ് ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യത്തെ ടിപ്സ് നോക്കിക്കുകയും നമ്മൾ എന്താണ് ഒരു അറ്റ്ലീസ്റ്റ് നമ്മൾ ഉറങ്ങുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂർ ആണ് ചെയ്യേണ്ടത്. ഒരു 6 മണിക്കൂർ നമ്മൾ എന്തായാലും സ്ലീപ്പ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം അത്യാവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കൂടാനും പാടില്ല കുറയാനും പാടില്ല. അപ്പം ഒരു 6 അവറെങ്കിലും നിങ്ങൾ നല്ലപോലെ മിനിമം ഉറങ്ങിയിരിക്കണം. ദെൻ അതിനുശേഷം സോഷ്യൽ മീഡിയാസ് അവോയ്ഡ് ചെയ്യാൻ സോഷ്യൽ മീഡിയാസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിനകത്ത് ഇപ്പോൾ റീൽസ് കാണുമോ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് അഡിക്റ്റായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം അത് നിങ്ങൾക്കൊരു ഡിസ്ട്രാക്ഷനും ആയിരിക്കും. നോട്ടിഫിക്കേഷൻ വരുന്നതും ഒക്കെ ഡിസ്ട്രാക്ഷൻസ് വരും. അപ്പോൾ അതുകൊണ്ട് ആ ടൈമിനകത്ത് നിങ്ങളത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. അതിൻ്റെ യൂസ് തന്നെ നിങ്ങൾ കുറയ്ക്കുക. ദെൻ അതിനുശേഷം നിങ്ങളൊരു 4 അവർ എന്ത് ചെയ്യണം, ഫിസിക്സിന് അല്ലെങ്കിൽ കെമിസ്ട്രിക്ക് കൊടുക്കുക. എന്തിനു കൊടുക്കണം? ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ പഠിക്കാൻ വേണ്ടി കൊടുക്കുക. അതുപോലെ തന്നെ 1.5 അവർ എന്തിനു കൊടുക്കണം? ബയോളജിക്കും കൊടുക്കണം. ഇത് ലെക്ചേഴ്സ് കാണാനാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ലെക്ചേഴ്സ് കാണാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു 6 അവർ ഇതിന് ടോട്ടലായിട്ട് ഈ സബ്ജക്റ്റ് പഠിക്കാനായിട്ട് മാറ്റി വെച്ചാലും മതി. 6 അവർ പഠിക്കാനായിട്ട് സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി കൊടുക്കുക. ദെൻ അതിനുശേഷം ഒത്തിരി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുക. ദെൻ മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ വേണമെന്നുണ്ടെങ്കിൽ. ദെൻ അതുപോലെ തന്നെ അനലൈസ് ചെയ്യണം നിങ്ങൾ മിസ്റ്റേക്ക്. ഇപ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അതിനകത്തുള്ള അനലൈസ് ചെയ്യണം. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, അനലൈസ് ചെയ്യണം. ദെൻ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ചാപ്റ്റർ വൈസ് ആയിട്ട് ചെയ്യേണ്ടത്. നിങ്ങളൊരു ഇയർ വൈസ് എടുക്കുക. ഇയർ വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടുക. അത് നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുക. ഈ ഇയർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്തിട്ട് നമ്മുടെ OMR ഷീറ്റ് ഉണ്ട്. അപ്പം OMR ഷീറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കണം. ആ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ട് വേണം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാൻ, PYQs സോൾവ് ചെയ്യാൻ. ദെൻ അതിനുശേഷം നിങ്ങളാണെന്നുണ്ടെങ്കിൽ നേരത്തെ എണീക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കി വെച്ചിരിക്കണം. ദെൻ അടുത്തതാണെന്നുണ്ടെങ്കിൽ ഫുഡ് നല്ലപോലെ ഫുഡ് കഴിക്കുക. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുക. പുറത്തുനിന്നുള്ള ആഹാരം എന്ത് ചെയ്യുക, പരമാവധി അവോയ്ഡ് ചെയ്യുക. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി തോട്ട്സൊക്കെ വരാം, നെഗറ്റീവ് തോട്ട്സൊക്കെ വരാം. കിട്ടുമോ അങ്ങനെയുള്ള ചിന്തയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ചിന്തയൊക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സ്റ്റെപ്പ്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ. നിങ്ങൾക്ക് നീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല, അങ്ങനെ നിങ്ങൾ ഇനിയും പരിശ്രമിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഴ്സൊക്കെ എടുത്താൽ പാടില്ല എന്ന് പറയുന്ന നെയ്ബേഴ്സ് ഉണ്ടായിരിക്കും, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, ആൻഡ് റിലേറ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പം അവരൊക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട കാര്യം. അതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആകെ ഇനിയുള്ളത് എത്രയാണ്, 100 days മാത്രമേ നമുക്കുള്ളൂ. ആകെ നമുക്ക് 100 days. അപ്പോൾ ഈ 100 daysനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 30 days, ദെൻ അതിനുശേഷം അടുത്ത 30 days, ദെൻ അടുത്തത് വേറൊരു 30 days. അങ്ങനെ നമുക്കാണെന്നുണ്ടെങ്കിൽ 3 30 days കിട്ടും. അങ്ങനെ ടോട്ടൽ എത്ര കിട്ടും, 90 days നമുക്ക് ഇവിടെ കിട്ടും. ദെൻ ഈ 90 days തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമുക്കാണെന്നുണ്ടെങ്കിൽ ഡേയ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു 10 days കിട്ടും. ആ സമയത്ത് കൂടുതലായിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നല്ലപോലെ ചെയ്യുക. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു 10 ഇയറൊക്കെങ്കിലും ബാക്ക് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത്രയെങ്കിലും ചെയ്തിരിക്കണം. 10 ഇയർ വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം, നല്ലതാണ്. ദെൻ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ്, ഡിഫറെൻറ്റ് മോക്ക് ടെസ്റ്റ് ഉണ്ട് നമ്മളുടെ. അപ്പം അതെല്ലാം അറ്റൻഡ് ചെയ്യുക. ദെൻ ഇനി നമുക്ക് ചാപ്റ്റേഴ്സിന് അല്ലെങ്കിൽ ടോപ്പിക്സിന്, നമുക്കത് പഠിക്കേണ്ട സിലബസിലുള്ള ടോപ്പിക്സിന് നമ്മൾ എന്ത് ചെയ്യാം, 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യുന്നതായിരിക്കും. ദെൻ അതിനുശേഷം വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ദെൻ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പം അതിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഒക്കെ എന്തെങ്കിലും ചെയ്തിട്ട് അത് പഠിക്കാൻ ശ്രമിക്കണം. ദെൻ അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അത് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഫസ്റ്റത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കണം ആദ്യത്തെ 30 ഡേയ്സിനകത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷമുള്ള 30 ഡേയ്സിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ പഠിക്കണം. അതുപോലെ തന്നെ ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റിൻ്റെ റിവിഷനും കൂടി വേണം എവിടെ, 30 ഡേയ്സിനകത്ത്, സെക്കൻഡ് 30 ചെയ്യാൻ. ദെൻ അടുത്ത ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ അത്രയും ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ട സമയമൊന്നുമില്ല നമുക്കിപ്പം. അപ്പോൾ നിങ്ങളത് ഫുള്ളായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിനകത്ത് മോസ്റ്റ്ലി റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വന്നിട്ടുള്ള ടോപ്പിക് ഏരിയാസ് ഒക്കെ ഉണ്ടായിരിക്കും പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത്. അപ്പം അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട്
ചെയ്തിട്ട് അത് വേണം ആ ഭാഗങ്ങളൊന്ന് ജസ്റ്റ് നല്ലപോലെ പഠിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് അത് ചെയ്യേണ്ടത്. ദെൻ അതാണ് 30 ഡേ ലാസ്റ്റത്തെ 3ാമത്തെ 30 ഡേനകത്ത് ചെയ്യേണ്ട കാര്യം. അപ്പം അതും ചെയ്ത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ റിവിഷൻ അറ്റൻഡ് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ റിവിഷനാണ് അവിടെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും ഈ 30 ഡേനകത്ത് ചെയ്യണം. അതിനുശേഷം ലാസ്റ്റത്തെ 10 ഡേനെന്ന് പറഞ്ഞാൽ ഫുൾ റിവിഷനും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും മോക്ക് ടെസ്റ്റും മാത്രമായിട്ടുള്ളതാണ്. ദെൻ ഇനി നമുക്കറിയാം ഒരു ഡേ എന്ന് പറയുന്നത് 24 hour ആണ്. ഈ 24 hourനെ നമുക്കാണെന്നുണ്ടെങ്കിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഒന്നെന്ന് പറയുന്നത് സ്റ്റഡിക്ക് വേണ്ടി, ഒന്ന് സ്ലീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ചെറിയ ബ്രേക്ക് വേണം. അപ്പം ആ ടൈമിൻ്റെ രീതിയിൽ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനകത്ത് ആദ്യമേ കൊടുത്തേക്കുന്ന 30 hour കൊടുത്തിട്ടുണ്ട്. ഈ 30 hourനകത്ത് നമ്മൾ ഫുൾ എന്ത് ചെയ്യുക, നല്ലൊരു പഠിക്കാൻ കൊടുക്കുക, അത് പഠിക്കാൻ എടുക്കുക. ആ 30 hour എന്ന് പറഞ്ഞാൽ ഫുൾ പഠിത്തം മാത്രം. അതിനകത്ത് തന്നെ ലെക്ചേഴ്സ് വരും. അതുപോലെ തന്നെ നിങ്ങൾ ലെക്ചേഴ്സ് കണ്ട് അതിനകത്തായിരിക്കണം. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന അതിനകത്താണ് ഈ 30 hours-നകത്താണ്. അതേപോലെ തന്നെ സെൽഫ് സ്റ്റഡിക്ക് റിവിഷൻ ഈ ടൈപ്പ് എല്ലാ സാധനങ്ങളും വരുന്ന ഈ 30 hours-ആണ്. മോസ്റ്റ്ലി ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 30 hours ഫുൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ 30 hours സെൽഫ് സ്റ്റഡി ചെയ്തെന്നല്ല അർത്ഥം. ഈ ലെക്ചേഴ്സും ഇതെല്ലാം കൂടി കൂട്ടുന്നതാണ് 30 hours എന്ന് പറയുന്നത്. ദെൻ 6 hour എന്തായാലും മസ്റ്റ് സ്ലീപ്പാണ്. ഇപ്പം നിങ്ങൾക്ക് 7 hour നിങ്ങൾക്ക് ഉറങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 5 hour ഉണ്ടല്ലോ, ഈ 5 hour നിന്ന് ഒരു അവർ ഇങ്ങോട്ടേക്ക് കൊടുക്കുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് കൊടുക്കണം, ഈ 6 hour കൊടുക്കുക. അതിനുശേഷം ഇത് 4 hour ആക്കുക, ഇതെന്താക്കുക 7 hour ആക്കിയിട്ട് 7 hour ഉറങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. ദെൻ എന്തായാലും ഒരു മിനിമം എന്താണ് 30 hour പഠിക്കാൻ കൊടുക്കുക. മോസ്റ്റ്ലി ഓഫ് ദ സ്റ്റോപ്പേഴ്സും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് 50 hour പഠിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ 30 hour മിനിമം പഠിക്കുക. ദെൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരോടും, നിങ്ങൾ ഏത് ടൈപ്പുള്ള ആളുകളാണ്, മോർണിംഗ് ബേർഡ് ആണോ നൈറ്റ് ബേർഡ് ആണോ ഇൻ്റർമീഡിയറ്റ് ആണെന്ന് വെച്ചാൽ ഇപ്പം മോസ്റ്റ്ലി ഓഫ് ദ ആളുകളും പറഞ്ഞത് ഇൻ്റർമീഡിയറ്റ് ആണെന്നാണ്. അപ്പം ഇത് മോസ്റ്റ്ലി ഈ തന്നേക്കുന്ന ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ മോർണിംഗ് ബേർഡിനും അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റിനും സ്യൂട്ടബിൾ ആവുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ നൈറ്റ് ബേർഡ്സിനും ഇത് കാണാം. അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മോഡിഫൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ടൈം ടേബിൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അത് നമ്മളുടെ വാട്സപ്പ് ചാനലിനോട് നിങ്ങൾക്കത് നൽകുന്നതായിരിക്കും. ദെൻ അടുത്ത ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുകയാണ്. അടുത്ത ടു ഡു ലിസ്റ്റാണ്. ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇതേപോലെയുള്ള സ്റ്റിക്കി നോട്ട്സ് ഒക്കെ കിട്ടും. അപ്പോൾ ഇതേപോലത്തെ ഉള്ള സ്റ്റിക്കി നോട്ട്സ് കിട്ടുമ്പം നിങ്ങൾ ആ സ്റ്റിക്കി നോട്ട്സ് എടുക്കുക. ഈ സ്റ്റിക്കി നോട്ട്സിനകത്ത് എന്ത് ചെയ്യുക, ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ദെൻ അതിനുശേഷം വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ 30 ഡേ ചലഞ്ചിനകത്ത് വരുന്ന നിങ്ങൾ എങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനുള്ളൊരു ടൈം ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ആദ്യമേ നിങ്ങൾ എണീക്കേണ്ടത് 6 മണിക്കാണ്. ചിലർ 5 മണിക്ക് എണീക്കുന്നവരുണ്ടായിരിക്കും. സോ മോസ്റ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 6 മണിക്ക് എണീക്കാനാണ്. 5 മണിക്ക് എണീക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം 6 മണിക്ക് എണീക്കുക. 6 മണി തൊട്ടൊരു 6:30 വരെയുള്ള ടൈമിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ ടൈമായിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂറാണ്, 6 മണിക്കൂർ എന്ത് ചെയ്യുക, നല്ലപോലെ ഒരു ഫ്രഷപ്പിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് മുഖം കഴുകാൻ, ടോയ്ലറ്റിൽ പോകാൻ. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒരു 15 മിനിറ്റ് ആണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. ദെൻ അതിനുശേഷം നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 30 ഡേയ്സിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ചാപ്റ്റേഴ്സാണ്. കെമിസ്ട്രിയുടെ 50 ചാപ്റ്റേഴ്സ് ആയിരിക്കും, ഫിസിക്സിൻ്റെ അതുപോലെ തന്നെ ബയോളജിയുടെ 32 ചാപ്റ്റേഴ്സ്. ഇതെല്ലാം നമ്മൾ കവർ ചെയ്യേണ്ടത്. അപ്പോൾ ലെക്ചേഴ്സ് കാണാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 4 hour ആണ് ലെക്ചേഴ്സ് വേണ്ടത്. അതൊന്നെങ്കിൽ ഫിസിക്സ് ആവണം അല്ലെങ്കിൽ കെമിസ്ട്രിക്ക്. അതുപോലെ തന്നെ 1 അല്ലെങ്കിൽ 1.5 മണിക്കൂർ എന്തിനാണ് കൊടുത്തേക്കുന്നത്, ബയോളജിക്കൽ ലെക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ബയോളജി ഇച്ചിരി ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബയോളജി അവിടെ കൊടുത്തത്. മോസ്റ്റ് ഓഫ് ദ ആളുകളും ബയോളജി കംപ്ലീറ്റ് ആണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ചോദിച്ചപ്പം സോ ഫിസിക്സ് ആണ് അതുപോലെ കെമിസ്ട്രി ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പം അവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിനകത്ത് ലെക്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ 1.5 hour ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം, അത് കുഴപ്പമില്ല. ദെൻ അടുത്ത ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 hour, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ബ്രേക്ക്, അതിനുശേഷം 2 hour നോ ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് 2 hour വീണ്ടും പഠിക്കുക, അതിനുശേഷം ബ്രേക്ക്, അതിൻ്റെ 2 hour വീണ്ടും പഠിക്കുക, അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ സെൽഫ് സ്റ്റഡീനകത്ത്. അപ്പോൾ സെൽഫ് സ്റ്റഡി എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇനി ജസ്റ്റ് പറഞ്ഞുതരാം. ദെൻ 6 മണി തൊട്ട് 11:30 വരെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, 6:30 തൊട്ട് 11:30 വരെ എന്താണ് ചെയ്യേണ്ടത്, ഫിസിക്സ് കെമിസ്ട്രി ലെക്ചേഴ്സ് വേണം. അപ്പോൾ ഈ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ആണ് കേട്ടോ. നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു ഡേയിനകത്ത് എല്ലാ ചാപ്റ്റേഴ്സും ഇപ്പം എല്ലാ സബ്ജക്റ്റും ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാ സബ്ജക്റ്റും എന്ന് പറഞ്ഞാൽ ഫിസിക്സ് പഠിക്കേണ്ട, കെമിസ്ട്രിയും അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിനകത്ത് തന്നെ സുവോളജിയും ബോട്ടണിയും ഇതെല്ലാം 4 കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഏത് 2 പഠിച്ചാൽ മതി. ഒന്നെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി, പിന്നെ ബോട്ടണിയോ അല്ലെങ്കിൽ സുവോളജിയോ, അങ്ങനത്തെ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. അപ്പം ഏതാണ് ഫിസിക്സും വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടണി എടുക്കുക, അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ സുവോളജി എടുക്കുക, അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ സുവോളജി ബോട്ടണിയോ അങ്ങനെ എന്തെങ്കിലും 2 എടുത്താൽ മതി. ആ 2 വെച്ചാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് ഈ 30 ഡേയ്നകത്ത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസം 2 ചാപ്റ്റർ വെച്ച് നമ്മളാണെന്നുണ്ടെങ്കിൽ 30 ഡേയ്നകത്ത് കവർ ചെയ്യുമ്പോൾ അത് 60 ചാപ്റ്റേഴ്സ് കിട്ടും.
അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റത്തെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 62 ചാപ്റ്റേഴ്സാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. അത് നമുക്ക് കാണുന്ന ഈ ഫസ്റ്റത്തെ 30 ഡേയിനകത്ത് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ 11:30 വരെയുള്ള ടൈമിനകത്ത് ജസ്റ്റ് ഒരു 30 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. ആ സമയത്ത് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കേണ്ട ടൈമാണ്. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക, അതിന് വേണ്ടിയാണ് 30 മിനിറ്റ് ബ്രേക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ലഞ്ച് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ജസ്റ്റ് ഒന്ന് പഠിക്കാനിരിക്കുന്നു. അങ്ങനെ പഠിക്കാനിരുന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പഠിക്കാനിരിക്കുന്നു. അതിനുശേഷം 12 PM ടു എത്രയാണ് 1:30 വരെയാണ്. അത് ബയോളജിക്കൽ ലെക്ചർ കാണാൻ വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. അപ്പോൾ ക്ലാസ്സസ് കാണാം. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബയോളജിയുടെ ലെക്ചർ എന്തെങ്കിലും കൊടുക്കാം, ഫിസിക്സിന് വേണമെങ്കിൽ കൊടുക്കാം, നിങ്ങൾ ബയോളജി ഫുൾ കംപ്ലീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ. ദെൻ അതിനുശേഷം വീണ്ടും ഒരു 50 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. കാരണം 50 മിനിറ്റെങ്കിലും ബ്രേക്ക് എടുക്കണം, നമ്മൾ അത്ര നേരം പഠിച്ചതാണല്ലോ. അപ്പം 50 മിനിറ്റെങ്കിലും ബ്രേക്ക് എടുക്കുക. ദെൻ അതിനുശേഷം 4 അവർ എന്ത് ചെയ്യണം, നിങ്ങളാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ പഠിക്കുക. ആ സമയത്ത് ഒരു ബ്രേക്ക് പോലും എടുക്കാൻ പാടില്ല. അതിനുള്ള റീസൺ ഞാൻ പറയാം. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലഞ്ച് ടൈം എന്ന് പറയുന്നത് എന്താണ്, 11:30-ക്കും 12 മണിക്കും ഇടയ്ക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള റീസണും ഞാൻ പറഞ്ഞുതരാം. ദെൻ ഇവിടെ നമുക്ക് ബ്രേക്ക് എടുക്കാൻ പാടില്ല. അതിനുശേഷം ഈ 4 അവർ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രേക്ക് എടുക്കാം, 50 മിനിറ്റിൻ്റെ ബ്രേക്ക് എടുക്കാം. അതിനുശേഷം വൈകുന്നേരം 6 മണിയാകുമ്പോൾ എന്ത് ചെയ്യാം, സെൽഫ് സ്റ്റഡി ഉണ്ട്. നമുക്ക് വൈകുന്നേരം 6 മണിയാകുമ്പോൾ സെൽഫ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യും. ജസ്റ്റ് ഒരു സെൽഫ് സ്റ്റഡി, അത് 8 മണി വരെ. അതിനുശേഷം നിങ്ങൾക്ക് ഡിന്നർ കഴിക്കാം. അതിനുശേഷം ഒരു മോക്ക് ടെസ്റ്റ്, അതിനുശേഷം ജസ്റ്റ് ഒരു റിവിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് എടുക്കാനുള്ള ടൈമാണ്. അതിനുശേഷം 11 മണിയാകുമ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കടന്നുറങ്ങാം. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിനകത്ത് നമുക്ക് 9:30 തൊട്ട് 11 മണി വരെയുള്ള ആ ടൈമിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിലകത്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നീറ്റിൻ്റെ ടിപ്സ് ഒക്കെ നോക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ആ സമയത്ത് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ 4 അവർ നിങ്ങൾക്ക് നോ ബ്രേക്ക് തന്നിട്ടുണ്ടായിരുന്നു. നോ ബ്രേക്കാണ് ചെയ്യേണ്ടത്, കാരണം അവിടെ ബ്രേക്ക് എടുക്കാനേ പാടില്ല. ഇവിടെ ഞാൻ നോ ബ്രേക്ക് എടുക്കാൻ പറയാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ടൈമിനകത്താണ് നീറ്റിൻ്റെ മോസ്റ്റ്ലി നടക്കുന്ന കാര്യം. നീറ്റ് എക്സാം ഒക്കെ നടക്കുന്ന മോസ്റ്റ് ഓഫ് ദ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 മണിക്കൂറായിരിക്കും. കാരണം നമുക്കറിയാം 2 മണിക്കാണ് നമുക്ക് നീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 5:30 ഒക്കെ ആകുമ്പോൾ, ഏകദേശം 5:20 ആകുമ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ വൈൻഡപ്പ് ആവും. പക്ഷേ ഇതിന് മുമ്പേ നമ്മൾ എന്തിന് കയറണം, നീറ്റിൻ്റെ ഹാളിലേക്ക് കയറേണ്ടതുണ്ട്. എക്സാം ഹാളിലേക്ക് കയറേണ്ട ലാസ്റ്റത്തെ ടൈം എന്ന് പറഞ്ഞാൽ 1:30. അപ്പം അതിന് മുമ്പ് നമ്മൾ ഭക്ഷണം കഴിച്ച് റെഡിയായി പോകേണ്ടതുണ്ട്. അപ്പം 1:30 മാത്രം നമ്മൾ കയറണമെന്ന് പറഞ്ഞിട്ട് കയറാൻ പറ്റില്ല. നമ്മളാണെന്നുണ്ടെങ്കിൽ 12 മണി 12:30 ഒക്കെ ആകുമ്പോഴേക്കും തന്നെ ഹാളിലേക്ക് കയറേണ്ടതായിട്ട് വരാറുണ്ട്. മോസ്റ്റ്ലി അതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനകത്ത് നോട്ടിഫിക്കേഷൻ വരാറുണ്ട് അതിനകത്ത് തന്നെ നിങ്ങളുടെ. പക്ഷേ ഈ കഴിഞ്ഞ എക്സാമിനകത്ത് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ മോസ്റ്റ് ഓഫ് ദ എക്സാമിനകത്ത് നമുക്ക് ആ ടൈം, നിങ്ങൾ എത്ര ടൈമിനകത്താണ് നമ്മൾ ഹാളിനകത്ത് കയറേണ്ടതെന്നൊക്കെ മെൻഷൻ ചെയ്യാറുണ്ട്. കഴിഞ്ഞ തവണ അത് ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. സോ ഇപ്പം നമ്മൾ ചെയ്യേണ്ട മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 11-12 വരെ ഒക്കെ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ലഞ്ച് കഴിച്ച് സെറ്റാക്കി വെച്ചിരിക്കണം. അതിനുശേഷം പിന്നെ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ, വേറെ സ്നാക്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ടൈമിനകത്ത് വേറെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ നമുക്ക് അലൗഡ് അല്ല. നമുക്ക് എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് ഇപ്പോഴേ ശീലിച്ച് വെക്കണം. പിന്നെ നമുക്ക് എക്സാം ഹാളിൽ കഴിഞ്ഞ സമയത്താണ് നമുക്ക് വിശപ്പൊക്കെ വരുന്നതെങ്കിലും അതുപോലെ തന്നെ തലവേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ഇപ്പോഴേ കുറയ്ക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയാണ് ഞാൻ ആ സമയത്ത് നിങ്ങളൊരു ബ്രേക്ക് എടുക്കാൻ പാടില്ല, വെള്ളം മാത്രം കുടിക്കാനേ പാടുള്ളൂ എന്ന് പറയുന്നത്. കാരണം നമ്മളാണെന്നുണ്ടെങ്കിൽ വിശപ്പൊക്കെ സഹിച്ച് ആ സമയത്തൊന്നും ജസ്റ്റ് അഡ്ജസ്റ്റായി വരണം. നമ്മൾ അതിനോടായിട്ടാണ് മിങ്കിളായി വരണം. ആ ടൈമിനകത്ത് നമുക്ക് നല്ല ഫോക്കസോടെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്കും നമുക്ക് അവിടെ ചെന്ന് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ആക്കി എടുക്കേണ്ട ഒരു ടൈമാണ് എന്തെന്ന് പറയുന്നത് ഈ 4 അവർ എന്ന് പറയുന്നത്. അത് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള അവറാണ്. അപ്പം നമുക്ക് ആ ടൈം നല്ലപോലെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. ഏറ്റവും ഫോക്കസ്ഡായിട്ട് ഇരിക്കേണ്ട സമയമാണ്. അപ്പം ആ രീതി കൊണ്ടാണ് ഞാൻ ഇവിടെ നോ ബ്രേക്ക് കൊടുത്തിട്ടുള്ളത്. സോ ഇത്തരം കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ദെൻ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 30 ഡേ ചലഞ്ച് ഉണ്ട്. നമുക്ക് 30 ഡേ ചലഞ്ച് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത്. ആദ്യത്തെ 30 ഡേ ചലഞ്ചാണ്. നമുക്കറിയാം ടോട്ടൽ നമുക്ക് 3 30 ഡേയ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ 3 30 ഡേ ചലഞ്ച് 30 ഡേയ്സ് ആണ് ഉള്ളത്. അതിനകത്ത് ഫസ്റ്റത്തെ 30 ഡേയിനകത്താണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ 30 ഡേ ചലഞ്ച് 1.0 വരുന്നത്. അതിനുശേഷമുള്ള 30 ഡേ ചലഞ്ച് എല്ലാം ഡേ ആഫ്റ്റർ 30 ഡേ ചലഞ്ച് എന്ന് പറഞ്ഞൊരു ചലഞ്ചിനകത്താണ് വരുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിനകത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. ദെൻ ഈ 30 ഡേ ചലഞ്ചിനകത്ത് ഫസ്റ്റത്തെ 30 ഡേ ചലഞ്ചിനകത്ത് നമ്മൾ വരുന്ന കാര്യം എന്ന് പറയുന്നത് കെമിസ്ട്രിയുടെ 50 ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ 50 ചാപ്റ്റേഴ്സ്, ബയോളജിയുടെ 32 ചാപ്റ്റേഴ്സ്. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്യണം. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക,
ഫ്രീ മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ട് നമ്മുടെ 30 ഡേ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്രീ കോഴ്സാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഫ്രീ കോഴ്സാണ് നമുക്ക്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് എടുക്കുക. അത് നിങ്ങളാണ് ഈ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രീ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ കമൻറ്റിനകത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് അതെന്ത് ചെയ്യുക, അത് നല്ലപോലെ പഠിക്കുക. അപ്പം അതുപോലെ തന്നെ ആ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അത് നല്ലപോലെ ആ ടൈമിൽ ഇരുന്ന് പഠിക്കുക. ഈ 30 ഡേ ചലഞ്ച് കൊണ്ട് നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് വരാൻ പോകുന്നത്. കാരണം ഈ 62 ചാപ്റ്റേഴ്സാണ് ഇതിനകത്ത് കവറായി പോകുന്നത്. ഈ 62 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 62 ചാപ്റ്റേഴ്സ് മാത്രം മതി നിങ്ങൾക്ക് എന്ത് കിട്ടാൻ, 650 മാർക്ക് കിട്ടാൻ. അപ്പോൾ ഈ 650 മാർക്ക് നിങ്ങൾക്ക് ഈ 62 ചാപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്നത്. ഈ 62 ചാപ്റ്റേഴ്സിൽ നിന്ന് 650 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സേഫ് സോണിലെത്തി. ദെൻ അതിനുശേഷം ഉള്ള എന്താണ് ഡേ ആഫ്റ്റർ 30 ഡേ ചലഞ്ച് ആകുമ്പോഴേക്കും നിങ്ങൾക്കൊരു 700+ മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റും. സോ ഇപ്പം നീറ്റ് എന്തായി, ഒരു സെക്യൂറായി മാറിയിട്ടുണ്ട്. നിങ്ങൾക്കപ്പം നിങ്ങൾക്കൊരു MBBS സ്വപ്നം എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ കോളേജിൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എന്തായി, നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വയ്ക്കാൻ പറ്റും. അപ്പം നിങ്ങളിത് ഫോളോ ചെയ്യുക. ദെൻ കെമിസ്ട്രി 50 ചാപ്റ്റേഴ്സ്, ഫിസിക്സ് 50 ചാപ്റ്റേഴ്സ്, 32 ചാപ്റ്റേഴ്സ്, ഇത്രയാണ് വരുന്നത്. ഈ മോക്ക് ടെസ്റ്റ് സീരീസിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ക്വസ്റ്റ്യനാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം പലരും മോക്ക് ടെസ്റ്റ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത്. മോക്ക് ടെസ്റ്റ് ഒക്കെ ഏതോ പറഞ്ഞാൽ 2-3 ചെയ്തിട്ടുള്ളൂ, ഒത്തിരി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. മോക്ക് ടെസ്റ്റ് ഒത്തിരി ചെയ്ത് കഴിയുമ്പം ടൈം ഒത്തിരി ആയതുകൊണ്ട് തന്നെ 30 മിനിറ്റൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. ആ ടൈം കൂടുതലായി കഴിഞ്ഞ് കഴിയുമ്പം ഭയങ്കര ബോറിംഗ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആകെ 50 ക്വസ്റ്റ്യൻസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ 20 മിനിറ്റുമാണ് വെച്ചിട്ടുള്ളത്. അപ്പം അത്രയ്ക്ക് ചെറിയ ടൈമാണ് ഞാനിപ്പോൾ കൊടുത്തേക്കണേ. ആ ചെറിയ ടൈം നിങ്ങളിപ്പോഴേ എല്ലാ ദിവസവും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് എന്നൊക്കെ പറയുന്നത്, നിങ്ങൾക്കതൊരു 50-20 മിനിറ്റ്സ് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും, നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഈസി കേസായി മാറും. ദെൻ അതിനുശേഷം നിങ്ങൾ അത് ഇച്ചിരി കൂടി അത് എന്ത് ചെയ്യുക, ആ ടൈമിന് ഇച്ചിരി കൂടി നമ്മൾ ഇച്ചിരി കൂടി എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് നമ്മളത് എത്രയൊക്കെ ആക്കണം, 3 hour ആക്കണം. അല്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, 200 മിനിറ്റിലേക്ക് അത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ 200 മിനിറ്റ്സിലേക്കൊക്കെ ആക്കണം. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 hour എങ്കിലും നമ്മൾ മിനിമം നമ്മൾ നല്ല ഫോക്കസ്ഡായിട്ട് ഇരുന്നേ പറ്റുള്ളൂ. കാരണം എക്സാം അത്രയും ടൈം ഉണ്ട്. അപ്പം ആ രീതിയിലായതുകൊണ്ട് തന്നെ നമ്മൾ അതിന് നല്ലപോലെ ഫോക്കസ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത് ചെറിയ രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 50 ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നിങ്ങൾക്കത് നിങ്ങളിപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, നിങ്ങൾ ബിഗിനിങ് ആയതുകൊണ്ട് കൂടിയാണ് ഞാനിത് ഈ രീതി ചെയ്തിട്ടുള്ളത്. ദെൻ അതിനുശേഷം എന്താണ്, 4 മാർക്ക് ഫോർ കറക്റ്റ് ആൻസേഴ്സിനാണ്. നമുക്കറിയാം, ഒരു നീറ്റിൻ്റെ പാറ്റേൺ തന്നെയാണ് ഇവിടെ വരുന്നത്. 4 മാർക്കാണ് നമ്മൾ എന്തിനും അന്വേഷിക്കുന്നത്, കറക്റ്റ് ആൻസർ ചെയ്യുന്നതും. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കും ഉണ്ട്, റോങ് ആൻസർ ഒരെണ്ണം തെറ്റിപ്പോയി. അത് നമ്മുടെ ഈ 30 ഡേ ചലഞ്ചിനകത്ത് വരുന്നതാണ്. ദെൻ അതിനുശേഷം ഈ 30 ഡേ ചലഞ്ചിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഫിസിക്സിനകത്ത് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്, ഗ്രാവിറ്റേഷൻ, current electricity, electric charges and field, electrostatic potential and capacitance, moving charges and magnetism, EM waves, AC, dual nature of radiation and matter, nuclei, semiconductor, mechanical properties of fluid, rotation motion, ray optics and എന്താണ് വർക്ക് എനർജി, പവർ. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഫിസിക്സിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ കെമിസ്ട്രിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, P ബ്ലോക്ക്, D ബ്ലോക്ക് ആൻഡ് F ബ്ലോക്ക്. അതേപോലെ തന്നെ ഇലക്ട്രോ കെമിസ്ട്രി, then chemical kinetic, chemical bonding, coordination, compound, thermodynamics, equilibrium, some basic concept of chemistry and organic chemistry, some basics. അതുപോലെ തന്നെ ഹൈഡ്രോകാർബൺസ്, ബയോമോളിക്യൂൾസ്, ആൽഡിഹൈഡ്, അമീൻസ്. നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഇത്രയും ചാപ്റ്റേഴ്സ് എവിടെ നിന്നാണ് വന്നേക്കുന്നത്, ഓർഗാനിക് കെമിസ്ട്രി എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി നല്ല രീതിയിൽ കവർ ചെയ്യണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ചാപ്റ്റേഴ്സാണ് ഈ സെറ്റ്, P ബ്ലോക്സ് ആൻഡ് D ബ്ലോക്സ് ആൻഡ് F ബ്ലോക്സ്. അതുപോലെ തന്നെ അടുത്ത വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കെമിക്കൽ ബോണ്ടിങ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കോർഡിനേഷൻ, കോമ്പൗണ്ട്. ഇത് ഇന്നത്തെ ഈ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്, ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സാണ് ഈ ഞാൻ പറഞ്ഞ ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ ബയോളജി ഫുൾ ഇവിടെ വന്നിട്ടുണ്ട്. ഫുൾ ചാപ്റ്റേഴ്സ് ബയോളജി ഇവിടെ നമുക്ക് കവേർഡ് ആണ്. അപ്പം 32 ചാപ്റ്റേഴ്സാണ് ബയോളജി ഉള്ളത്. ആ 32 ചാപ്റ്റേഴ്സ് ഇവിടെ കവേർഡ് ആണ്. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ ജനുവരിനകത്ത് 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്. നമ്മുടെ മോക്ക് ടെസ്റ്റ് 30 ഡേ ചലഞ്ചില്ലേ, ഈ 30 ഡേ ചലഞ്ചിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്ന എക്സാംസിൻ്റെ കാര്യമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എക്സാംസ് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളുമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഡേയ്സിനകത്ത് ഇവിടെയുള്ള ഈ സമയത്തൊക്കെ എന്ത് ചെയ്യുക, ലെക്ചേഴ്സ് കാണുക. ഈ ടൈമിനകത്തൊക്കെ ലെക്ചേഴ്സ് കാണുക. ഈ ലെക്ചേഴ്സ് കണ്ടിട്ട് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സൊക്കെ വേണം എവിടെ ചെയ്യാൻ, സെൽഫ് സ്റ്റഡീനകത്ത് ഇവിടെ ഉൾപ്പെടുത്തേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഈ ടൈമിനകത്തോ ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നമ്മുടെ 30 ഡേ ചലഞ്ച്
ഇതിനകത്തുള്ള മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. ഓരോത്തിനകത്തും ചാപ്റ്റർ വൈസ് ആയിട്ടാണ്. അതിനകത്ത് 50 ക്വസ്റ്റ്യൻസ് വെച്ച് ഓരോന്നിനകത്ത് വരുന്നുണ്ട്. അപ്പം യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ എക്സാം വരുന്നത് 20-ാം തീയതി, ഗ്രാവിറ്റേഷൻ 21, ആ രീതിയിൽ കറണ്ട് ഇലക്ട്രിസിറ്റി 22, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ 23, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് 24, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം 25, അതുപോലെ തന്നെ EMFs 26, ആ രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കെമിസ്ട്രിക്കും അതേപോലെ ഇൻക്ലൂഡഡ് ആണ്. കെമിസ്ട്രിയുടെ ഫിസിക്സ് മാത്രമാണ് 50 ഡേ ചലഞ്ചിനകത്ത് മോക്ക് ടെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ദെൻ ബയോളജി നിങ്ങൾ നല്ലപോലെ പഠിക്കുക ഈ രീതിയിൽ. അതിനുശേഷം നിങ്ങൾക്ക് വരുന്നതാണ് ഡേ ആഫ്റ്റർ 30 ഡേ ചലഞ്ച്. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോയിനകത്ത് ചെയ്തു തരുന്നതായിരിക്കും ഈ 30 ഡേ കഴിഞ്ഞ് കഴിയുമ്പം. ദെൻ ഇതിനകത്ത് വരുന്ന കാര്യമാണ് നമ്മളുടെ അൾട്ടിമേറ്റ് നീറ്റ് ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 രൂപയ്ക്ക് മാത്രമാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു മെൻറ്റർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പിനകത്ത്. ദെൻ ഇതിനകത്ത് വരുന്നതാണ് ഫുൾ മോക്ക് ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട്. ഫെബ്രുവരി 23 ഉണ്ട്. നമുക്കിത് ഇവിടെ ഈ കലണ്ടറിനകത്ത് മാർക്ക് ചെയ്തേക്കണതാണ്. ഈ വരുന്ന എല്ലാ ദിവസവും ഫുൾ മോക്ക് ടെസ്റ്റ് സീരീസാണ് നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ കോഴ്സിലൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്തിലേക്കാവും ഒരു 700+ നിങ്ങൾക്ക് മാർക്ക് എത്തിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ അതിലേക്കാണ് ചെയ്യേണ്ടത്. അപ്പം ഈ ഡേ ആഫ്റ്റർ 30 ഡേ ചലഞ്ചിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിക്ക് നീക്കുക. നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന അതേ പാറ്റേൺ തന്നെയാണ്. അവിടെ ഒരു ബാക്കി ഇച്ചിരി വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെമിസ്ട്രി ഫിസിക്സ് മാത്രമാണ് ഇനി ചാപ്റ്റേഴ്സ് ഉള്ളൂ. ബാക്കി ബയോളജി ഫുൾ കംപ്ലീറ്റഡ് ആക്കി വെച്ചേക്കുക. 32 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചേക്കുക. ദെൻ പിന്നെയുള്ള നമുക്ക് എന്താണ് വേണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യേണ്ട ടൈമാണ്. അതിൻ്റെ ലെക്ചേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കണ്ട് നോട്ടൊക്കെ എഴുതേണ്ട ടൈമാണ് മോസ്റ്റ്ലി ഡേ ആഫ്റ്റർ 30 ഡേ ചലഞ്ച് എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം എന്താണ് സെൽഫ് സ്റ്റഡിക്ക് നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ദെൻ ഫിസിക്സിൻ്റെയും അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ ലെക്ചേഴ്സൊക്കെയാണ് ഇവിടെ കാണേണ്ടത്. ഈ ടൈമിനകത്ത് തന്നെ 6 തൊട്ട് 11 വരെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ കാണാം. ദെൻ അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന ബയോളജിയുടെ ആയിരുന്നു നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത് 30 ഡേ ചലഞ്ചിനകത്ത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സെൽഫ് സ്റ്റഡിയാണ് വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ കൊടുക്കുന്നവർക്കും കുഴപ്പമൊന്നുമില്ല. ദെൻ അങ്ങനെ പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ നോ ബ്രേക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് ശീലമാക്കി വയ്ക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നോ ബ്രേക്ക് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ അതിനുശേഷം സെൽഫ് സ്റ്റഡി വീണ്ടും വരുന്നു. പിന്നെ ഡിന്നർ കഴിക്കുക, മോക്ക് ടെസ്റ്റ്, അതിൽ തന്നെ എന്താണ് ബ്രേക്ക്, നമുക്കൊരു ബ്രേക്ക് ടൈമാണ്. അതിനുശേഷം നമുക്ക് 11 മണിയാകുമ്പോൾ ഉറങ്ങാൻ പോകാം. സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇനിയുള്ള 100 ഡേയ്സിനകത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് ഫോളോ ചെയ്യാം. നമുക്കാണെന്നുണ്ടെങ്കിൽ 700+ മാർക്കാണ് നമുക്ക് കിട്ടും. ആൻഡ് എന്തായാലും ഉറപ്പിച്ചു 650 മാർക്ക് പ്ലസ് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, മിനിമം നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്ത് നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ടൈം ടേബിൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ നോട്ടൊക്കെ ചെയ്തോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പഠിക്കാൻ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം 30 ഡേ ചലഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിനി ചെയ്യാൻ ടൈമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഡേയ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 100 ഡേയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലാസ്റ്റത്തെ ടേണിംഗ് പോയിൻ്റാണ്. ഇവിടെ നിങ്ങളെടുത്ത ഡിസിഷനാണ് നിങ്ങളെ നീറ്റിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ നീറ്റിനകത്ത് നിങ്ങൾ ലാസ്റ്റ് ഒരു കോട്ടൊക്കെ ഇട്ട് ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ലാസ്റ്റ് എടുക്കുന്ന ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു.